ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു വലിയ സൂഫി വര്യനും വലിയ പണ്ഡിതനും ആത്മജ്ഞാനിയുമൊക്കെയാണ്. അവരുടെ അടുത്ത് വന്നിട്ട് നാട്ടിലൊരു ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, അഫ അൻത മുഅ്മിനുൻ, അല്ല നിങ്ങളൊരു മുഅ്മിൻ തന്നെയാണോ? ആരോട്? അക്കാലത്തെ ഏറ്റവും ഉന്നതനും ഉത്കൃഷ്ടനുമായ ഒരു പണ്ഡിതനോട് നിങ്ങളൊരു മുഅ്മിനാണോ? അപ്പൊ പറഞ്ഞു, ഈമാന് രണ്ട് രൂപത്തിലാണ്, അതിലൊന്നെനിക്കുണ്ട്, മറ്റൊന്നെനിക്കുണ്ടോ എന്ന് എനിക്കുറപ്പില്ലെന്ന് സയ്യിദുന ഹസനുൽ ബസ്രി റളിയല്ലാഹു. ഒന്നാമത്തെ ഈമാൻ എന്ന് പറഞ്ഞാൽ ഈമാൻ കാര്യം കാണാതെ പഠിക്കുക, ഈമാൻ കാര്യം മാറാണ്, അവകൾ അറിയൽ ഫറളാണ് എന്നൊക്കെ പറഞ്ഞ് അല്ലാഹ്, പ്രവാചകന്മാർ, മലായികത്ത് ഇതിനെ കൊണ്ടുള്ള ആ ഒരു വിശ്വാസത്തെ പറ്റിയുള്ള പറച്ചിൽ, അതൊന്നാമത്തെ ഈമാൻ, അതെനിക്കുണ്ട്. രണ്ടാമത്തെ ഒരു ഈമാനുണ്ട്, സൂറത്തുൽ അൻഫാലിലെ മൂന്നാമത്തെയും നാലാമത്തെയും ആയത്ത് വിശദീകരിക്കുന്ന ഈമാൻ, അതുണ്ടോ എന്ന് പറയാൻ എനിക്കുറപ്പില്ലെന്ന് സയ്യിദുന ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. ഏതാണ് ഈമാൻ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും വിശ്വാസികൾ, അല്ലദീൻ ഒരു കൂട്ടരും മാത്രമാണ്. അവിടെ ആ ഇന്നമ എന്ന് പറഞ്ഞാൽ മാത്രമാണ് എന്നാണ് അർത്ഥം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീൻ, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടരും മാത്രമാണ്. എന്താണ് അവരുടെ പ്രത്യേകത? ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ ഹൃദയം പടക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ആത്മവിചാരണ നടത്തുക. ഹസനുൽ ബസ്രി തങ്ങൾ പറയുന്നു, ഖുർആൻ പറഞ്ഞതനുസരിച്ച് ഇത് മാത്രമാണ് യഥാർത്ഥ മുഅ്മിൻ. ആരാണ്? ഒന്നാമത്തെ ക്വാളിറ്റി, ഇദാ ദുകിറല്ലാഹ്, അല്ലാഹ് കേൾക്കുമ്പോൾ വജിലത് ഖുലൂബുഹും, ഹൃദയം പടക്കും. സയ്യിദുനാ മഅറൂഫുൽ കറഹി റഹിമഹുല്ലാഹ് ബാങ്ക് കൊടുക്കുമ്പോ പലപ്പോഴും ബോധക്ഷയം സംഭവിച്ച് വീഴുമായിരുന്നു. അല്ലാഹ് എന്ന് ആലോചിച്ച് ചിലപ്പോ നമ്മൾ ഫോണുകൾ നോക്കുകയായിരിക്കും, അല്ലെങ്കിൽ അങ്ങാടിയിലൂടെ യാത്ര പോയിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേലകളിൽ വ്യാപൃതരായിരിക്കും. ഇതാ അപ്പൊ അല്ലാഹ് എന്നത് കേൾക്കുമ്പോ ഹൃദയം പതക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തേത് വഇദാ തുലിയത് അലൈഹിം ആയാതു, അവർക്ക് ഏതെങ്കിലുമൊക്കെ ആയത്ത് ഓതപ്പെട്ടാൽ, അവരോട് ഏതെങ്കിലും ദീനിന്റെ വിഷയം പറഞ്ഞു കൊടുത്താൽ സാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ അങ്ങനെ കൂടും എന്ന് പറഞ്ഞാൽ അതപ്പ ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന്, അല്ലാഹ് എന്ന് കേൾക്കുമ്പോ ഹൃദയത്തിനൊരു പെടച്ചി. രണ്ടാമത്തത്, എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം കേട്ടാൽ ചിലപ്പോ ചെയ്യാൻ പറ്റൂല, എന്നാലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തത്, എപ്പോഴും അവർ അല്ലാഹുവിന്റെ മേൽ തവക്കുൽ ചെയ്യും. തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താ? തരുന്നതൊക്കെ അല്ലാഹുവിന്റെ അടുക്കലിൽ നിന്നാണ്, അതെനിക്ക് ഖൈറാണ്, ഞാനെല്ലാം അല്ലാഹുവിന്റെ മേൽ ഏൽപ്പിച്ചു. അങ്ങനത്തെ ഒരു മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം വരുമ്പോ പറയും, മാഷാ അല്ലാഹ്, അല്ലാഹ് തന്നതല്ലേ. ബുദ്ധിമുട്ട് വരുമ്പോഴും അല്ലാഹുവിന്റെ വിധിയല്ലേ, നമ്മൾ തെറ്റെടുക്കുന്നു. അവർക്ക് ടെൻഷനില്ല, എല്ലാം അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കും. സന്തോഷം വന്നാൽ, മോൻക്ക് നല്ല വിജയം കിട്ടിയാൽ അത് നമ്മുടെ ക്രെഡിറ്റിലേക്ക് കൊണ്ടുപോകില്ല, അല്ലാഹ് വിചാരിച്ചത് കിട്ടിയാണ്, അൽഹംദുലില്ലാഹ്. ബുദ്ധിമുട്ട് വന്നാലോ അല്ലാഹുവിന്റെ ഖദായിലുള്ളതാണ്, എന്തെങ്കിലും ഒരു ഖൈർ ഉണ്ടാകും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. പിന്നെയോ നാലാമത്തെ ക്വാളിറ്റി, അല്ലദീന
യുഖീമൂന സ്വലാ, അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ്. യഥാർത്ഥ വിശ്വാസി നിസ്കരിക്കുന്നവരല്ല. നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലുമൊക്കെ നിസ്കരിച്ചാൽ മതി. തോന്നുമ്പോ നിസ്കരിക്കാം, ചില വക്തൊക്കെ നിസ്കരിക്കാം, ചിലത് ഖളാ ആകും, ചിലത് അൺടൈമായിരിക്കും, അതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അല്ലദീന യുഖീമൂന സ്വലാ അർത്ഥം മാറി. അല്ലദീന യുസല്ലൂൻ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക. അല്ലദീന യുഖീമൂന സ്വലാ നിസ്കാരത്തെ നിലനിർത്തുന്നവരാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുമ്പോഴേ നിലനിർത്താന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബാങ്കം കൊണ്ട് കൊടുത്താൽ പിന്നെ ഉള്ളിൽ ഇങ്ങനെ ഒരു ടെംപ്റ്റേഷൻ, പാച്ചോനെ നിസ്കരിച്ചിട്ടില്ലല്ലോ. ബഹ്റൈനിൽ നിന്ന് വരികയാണ് ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. അപ്പോഴാണ് വിമാനത്തിന്റെ എഞ്ചിനിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് അറിഞ്ഞത്. പക്ഷെ പേടിക്കൊന്നും വേണ്ട, നമ്മൾ കാമായിട്ട് അവിടെ എത്തും. അടുത്ത ഫ്ലൈറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അനൗൺസ്മെന്റ് വന്നു. പക്ഷേ ബാഫഖി തങ്ങൾ ഒരു തരം അസ്വസ്ഥത, വല്ലാത്ത വെപ്രാളം. ആളുകൾ ചോദിച്ചു, ഞങ്ങൾക്കൊന്നും ഇല്ലാത്ത ബേജാറ് എന്താ തങ്ങൾ പാപ്പ, നിങ്ങൾക്ക് ഫ്ലൈറ്റിന് എന്തോ പ്രശ്നമുണ്ട്. പാസഞ്ചേഴ്സ് മൊത്തം ശാന്തരായിട്ടിരിക്കുകയാണ്, അവരാരും ബേജാറാകുന്നില്ല. ബാഫഖി തങ്ങൾ ഒരു വല്ലാത്ത ബേജാറും ഒരു വെപ്രാളവും ഇടങ്ങാറും. ചോദിച്ചപ്പോ പറയാണ്, ഈ ഫ്ലൈറ്റ് സമയത്ത് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ എന്റെ നിസ്കാരം ഖളാആയി പോകും. ഫ്ലൈറ്റിന്റെ തകർച്ച ആലോചിച്ചിട്ടല്ല, ഇതൊരൽപ്പം വൈകിപ്പോയാൽ എന്റെ നിസ്കാരത്തിന്റെ സമയം തെറ്റിപ്പോകും. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നാലാമത്തത് അല്ലാഹു പറയാണ്, നാം എന്താണോ അവർക്ക് നൽകിയത് അത് അവര് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കും. ചിലർക്ക് സമ്പത്താകും അല്ലാതെ, ചിലർക്ക് ആരോഗ്യമായിരിക്കും, ചിലർക്ക് വിജ്ഞാനായിരിക്കും, ചിലർക്ക് ഇന്റലക്ച്വൽ കപ്പാസിറ്റി ആയിരിക്കും. എന്താണോ എന്തൊന്നാണോ നാം അവർക്ക് നൽകിയത് അതിനവരങ്ങനെ ചെലവഴിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹ് എന്ന് കേൾക്കുമ്പോ ഹൃദയം പടക്കണം. ഒരു നല്ല അറിവ് കേൾക്കുമ്പോ പകർത്താനുള്ള മോഹമുണ്ടാക്കണം. സന്തോഷമാകട്ടെ, സന്താപമാകട്ടെ, കുല്ലും മിനല്ലാഹ് പുഞ്ചിരിച്ച് കൃതജ്ഞരായി സ്വീകരിക്കാൻ കഴിയണം. നിസ്കരിക്കലല്ല, നിസ്കാരം നിലനിർത്തലാണ്. സമയത്ത് പങ്ക്ച്വലായി ഖുശൂഅോടെ ചെയ്യലാണ്. അല്ല എന്ത് കഴിവാണോ എനിക്ക് നൽകിയത് അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കലാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നു, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അവര് മാത്രമാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അല്ലാഹുവോട് നമുക്ക് കെഞ്ചി കെഞ്ചി ചോദിക്കാം, പടച്ചവനെ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ജമാഅത്തായി നിസ്കരിക്കാൻ വന്നതിന്റെ ബറക്കത്ത് കൊണ്ട് ഈ റമദാനിൽ ഞങ്ങൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു അമലുകളുടെ പുണ്യം കൊണ്ട്, നിന്റെ മഹത്തായ ഫള് കൊണ്ട് ആ മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. യഥാർത്ഥ ഈമാൻ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും.